Hi friends, welcome back to Mazin Medias. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഇത് ഞാൻ മൾട്ടി കളറിൽ ചെയ്തെടുത്ത ഒരു ഐലോ ഫ്രോക്ക് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയെന്ന് നോക്കാം. ഏകദേശം ഒരു 12 മീറ്ററോളം നെറ്റ് ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗത്തേക്ക് എടുത്ത പീസാണ് കേട്ടോ. ഇതൊരു 70 സെൻറ്റിമീറ്ററിലാണ് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ഫ്രണ്ടിക്കും ബാക്കിക്കുള്ള നെറ്റുകൾ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഒരു കളറിലായിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിക്ക് ഉള്ള അതേ കളർ തന്നെ ആ കളറ് ബാക്കിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിക്ക് ഉള്ള ഹൈറ്റിനേക്കാളും കുറച്ച് കൂടുതൽ 10 ഇഞ്ച് കൂടുതലായിട്ടാണ് ബാക്കിക്ക് എടുത്തിട്ടുള്ളത്. ബാക്കിക്ക് 31 ഇഞ്ച് ലെങ്ത്തും ഇതാണ് ഒരു 40 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുള്ള പീസുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രണ്ടിക്ക് അതുപോലെ 21 ഇഞ്ച് ലെങ്ത്തും 40 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുള്ള പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പീസുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ പീസ് നിർത്തിയിട്ട് ഒന്നിൻ്റെ അടുത്ത് ഒന്നായി ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 7 പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫ്രണ്ടൊക്കെയുള്ള. അതുപോലെ തന്നെ ബാക്കൊക്കെയുള്ള 7 പീസും ഇതേ രീതിയിൽ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചെറിയ പീസുകളൊക്കെ ഇപ്പോൾ ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൻ്റെ വേറെയും ബാക്ക് ഭാഗത്തിൻ്റെ വേറെയും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഇതേ രീതിയിലുള്ള 2 പീസും കൂടി ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേ അളവ് തന്നെ ലെങ്ത്തിലൊരു 1/2 ഇഞ്ച് കുറച്ച് കണ്ടുള്ള 2 പീസാണ് ഞാൻ അടിക്ക് വേണ്ടി ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഡബിൾ ലെയർ ആയി കൊടുക്കണോണ്ട് ഞാനിതിൻ്റെ അടിയിൽ സ്റ്റിഫ് നെറ്റ് ഒന്നും കൊടുക്കണില്ല കേട്ടോ. കാരണം ഇത്രയും നെറ്റ് ഉണ്ടായതുകൊണ്ട് അത് അല്ലാതെ തന്നെ നന്നായി പൊന്തിക്കും. ഇനി ഞാൻ ആ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ആ പീസ് ഇതുപോലെ 2ആയി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ സെൻറ്ററിൽ ഒരു 2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി അതിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ആ എൻഡ് എത്തുന്ന വരെ ഒന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കട്ടോ. ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഈ എൻഡിലാണ് കേട്ടോ എന്നാണ് ആ പോയിൻ്റ് വരേണ്ടത്. എന്നിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ആ എൻഡിലെത്തുമ്പോൾ നമുക്ക് 21 ഇഞ്ച് തന്നെ കേട്ടോ കിട്ടേണ്ടത്. കാരണം നമുക്ക് ബാക്ക് പാർട്ട് 21 ഇഞ്ചിലാണ് തുടങ്ങേണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ ആ വരച്ച പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിലേക്കുള്ള പീസും ഇതുപോലെ തന്നെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ ഇപ്പോൾ കട്ട് ചെയ്തില്ലേ അതിൻ്റെ ആ എൻഡ് ഭാഗം ആ 21 വരുന്ന ആ പോയിൻറ്റിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ കർവ് ചെയ്ത് ബാക്കിൽ നമ്മൾ 31 ആണല്ലോ, ഇതിൻ്റെ അളവ് എടുത്തിട്ട് 31 ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആ സെൻറ്ററിൽ 31 വരുന്ന രീതിയിലൊന്ന് കർവ് ചെയ്ത് ആ 31ക്ക് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കട്ടോ. എന്നിട്ട് അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ഈ പീസ് ഇതുപോലെ ഇങ്ങനെ കർവ് ചെയ്ത് കട്ട് ചെയ്തെടുത്താലാണ് നമുക്ക് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു ഐലോൻ്റെ ലുക്കിൽ കിട്ടൽ. അങ്ങനെ അതിൻ്റെ ബാക്ക് പീസും ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഇതേ അളവിൽ വേറെ 2 നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതും ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്കുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സാറ്റിനിലുള്ള ഈ ഒരു ഡാർക്ക് പീച്ച് കളറാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ യോക്ക് പാർട്ട് ഏത് കളറാണ് വരുന്നത് ആ കളറിലാണ് കേട്ടോ മൾട്ടി കളർ ചെയ്തെടുക്കുമ്പോൾ ലൈനിങ് എടുക്കേണ്ടത്. നമ്മൾ ഈ ഫ്രോക്കിന് ഈ ഒരു കളറിലുള്ള വർക്ക് പീസാണ് കേട്ടോ മുകളിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കളറിലുള്ള ലൈനിങ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഐലോ ഫ്രോക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലൈനിങ് ഈ ഫ്രണ്ട് പീസിൻ്റെ അളവിലാണ് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കേണ്ടത്. ബാക്കിൽ ലൈനിങ് ആ നെറ്റിൻ്റെ അളവിൽ ഇറക്കി കൊടുത്താൽ ആ ഫ്രോക്ക് കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല. കാരണം ഫ്രണ്ടിൽ കൂടി നോക്കുമ്പോൾ ഈ ബാക്കത്തെ പീസാണല്ലോ നമുക്ക് കാണുള്ളത്, ഫ്രണ്ടിൽ ഉയർന്നു നിൽക്കണമുണ്ട്. അപ്പോൾ ആ ലൈനിങ് ആയിരിക്കും ഫ്രണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് കാട്ടൽ. അങ്ങനെ സ്കേർട്ടിനുള്ള ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ യോക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഈ പീസ് ഇതുപോലെ 2ആയി മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 ഇഞ്ച് വിഡ്ത്തും ഒരു 12 ഇഞ്ച് ലെങ്ത്തിലുള്ള ഈ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇന്ന് ഇതിൻ്റെ എൻഡ് പീസ് ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വർക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ആ വർക്ക് തുടങ്ങുന്ന ഭാഗം മുതലാണ് കേട്ടോ 15 ഇഞ്ചും 12 ഇഞ്ചും അളന്നെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ 2 പീസും 2ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ അടിയിലെ പീസ് ഒരു 1/2 ഇഞ്ച് വിട്ട് വേണം കേട്ടോ അടുത്ത പീസ് ഇട്ട് കൊടുക്കാൻ. കാരണം അടിയിലെ പീസ് നമുക്ക് ബാക്ക് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഒരു 1/2 ഇഞ്ച് ഏറെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് പീസിൽ ഒരു 5.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ.
അതിന് ശേഷം ഇതിൻ്റെ നെക്ക് വിടുത്തായിട്ട് ഒരു 2.5 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനൊരു 2.25 അടയാളപ്പെടുത്തുന്നത്. കാരണം ഇതിന് നമ്മളൊരു കോളറൊക്കെ വെച്ചിട്ടുള്ള ഒരു നെക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ സാധാരണ നെക്കിൻ്റെ ഒരു അധികം ഇറക്കം കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഒരു 2.5 2.25 എടുത്താൽ മതി. ഒരു 9 വയസ്സായ കുട്ടിക്കുള്ള ഫ്രോക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു അളവിൽ ചെയ്തെടുക്കണത്. ഇനി ഇതിൻ്റെ ആമോൾ ലെങ്ത്ത് ഒരു 5.5 ഇഞ്ചിലും ചെസ്റ്റ് ഒരു 7 ഇഞ്ചിലുമാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിന് ശേഷം അതൊരു ബോക്സ് രൂപത്തിൽ വരച്ച് അതിനുള്ളിൽ കർവ് ചെയ്ത് നമുക്ക് ആമോൾ വരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ വരച്ച ആമോളും നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഷോൾഡറിൻ്റെ ഭാഗവും അടിഭാഗവും ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ പീസ് ഇട്ട് കൊടുത്തുകൊണ്ട് വേണം കേട്ടോ ഈ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാൻ. അത് ഇതുപോലെ ഇങ്ങനെ ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ വിട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തുനിന്ന് അതേ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ബാക്ക് നെക്ക് ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്യണുള്ളൂ കേട്ടോ. കാരണം ബാക്ക് നെക്ക് നമുക്ക് ഒരു അടയാളത്തിന് വേണ്ടി മാത്രമേ കട്ട് ചെയ്യണുള്ളൂ. ബാക്ക് നെക്ക് കോളർ നെക്ക് ചെയ്യുമ്പോൾ ഇറക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്കിതിൻ്റെ ഈ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് ഇത് 2 പീസാക്കി എടുക്കട്ടോ. അടുത്തതായി നമുക്ക് ഇതിനുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി ആദ്യം ഞാൻ ഈ കോട്ടൺ പീസിലാണ് കേട്ടോ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ലൈനിങ് ഏകദേശം ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് താഴത്തേക്ക് കൊടുക്കണുള്ളൂ കേട്ടോ. കാരണം ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഫ്രോക്കായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് മുകളിലേക്ക് ലൈനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആ കോട്ടൺ ലൈനിങ്ങിൽ കട്ട് ചെയ്ത അതേ അളവ് തന്നെ നമ്മൾ ഈ സാറ്റിലും ഇതാണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് പീസിനും ആ ഒരു അളവ് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലൈനിങ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോട്ടണിലും സാറ്റിലും 2 പീസിനുള്ള ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള പീസിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഫുൾ സ്ലീവിലാണ് ഞാൻ ഈ ഫ്രോക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 17 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്ലീവ് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ യോക്ക് ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ആദ്യം നമ്മൾ ഈ ലൈനിങ്ങൾ തമ്മിലാണ് കേട്ടോ യോജിപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ ഈ സാറ്റിൻ ലൈനിങ്ങിൻ്റെ ഈ നല്ല ഭാഗത്തേക്ക് ഈ കോട്ടൺ ലൈനിങ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഒന്ന് ഇങ്ങനെ കർവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ വരക്കണ ഈ ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ബാക്ക് ഭാഗത്തേക്കുള്ള 2 പീസും ഇതേപോലെ തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതും ആ ഫ്രണ്ട് ഭാഗത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ഈ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ഈ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ആ പീസുകളൊക്കെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ എക്സ്ട്രാ വരുന്ന ഈ തയ്യൽ തുമ്പൊക്കെ ഇതൊക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുത്തതിന് ശേഷം അവിടെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതങ്ങനെ മറിച്ചെടുക്കുമ്പോൾ നല്ലപോലെ കിട്ടാനാണ് ഈ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആ 3 പീസും ഞാൻ അതേപോലെ ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ വർക്ക് പീസ് ഇത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അരികിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസും അതേപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ അരികത അതിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആ 3 പീസ് ഇപ്പോൾ ലൈനിങ്ങിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബാക്ക് പീസ് ഈ രണ്ടും ഇതുപോലെ അടുപ്പിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഫ്രണ്ട് പീസ് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഈ 2 ഷോൾഡർ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലുള്ള ട്രാൻസ്പെറൻറ്റ് ഫ്രോക്കിനൊക്കെ ഈ ലൈനിങ് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് താഴോട്ടാണ് കേട്ടോ സിബ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തുകൊണ്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കൽ. ഇതിങ്ങനെ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് അതിൻ്റെ ആ ലോക്ക് മുകളിലേക്ക് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ആ സിബിൻ്റെ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സിബിൻ്റെ ഈ ലോക്ക് ഇതുപോലെ ഇങ്ങനെ മുകളിലേക്കൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ട അതിൻ്റെ ആ ഭാഗം ബാക്കിലോട്ട് പോയത്.
ഇനി നമുക്ക് ഈ സിബിൻ്റെ ഈ ബാലൻസ് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഈ നെറ്റിൻ്റെ ഭാഗത നമ്മൾ ഈ മുകളിൽ വരുന്ന ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായി നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഭാഗത അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം അതിൻ്റെ കറക്റ്റ് അളവ് ഒന്ന് അളന്നെടുക്കണം കേട്ടോ. ഇതിൻ്റെ അളവ് കറക്റ്റ് കിട്ടാനായി ഇതായി ഈ ടേപ്പ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഈ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് പിടിച്ച് ഒന്ന് കറക്റ്റായിട്ടൊന്ന് അളന്നെടുത്താൽ മതി. നമുക്കിത് രണ്ടായി മടക്കിയാണ്ട് അളന്നപ്പോൾ കിട്ടിയ അളവ് ഒരു 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ നെക്കിൻ്റെ അളവ് ഒരു 16 ഇഞ്ചാണ് കേട്ടോ ചുറ്റിലുള്ള അളവ്. ഇനി ഞാൻ ഇതിൻ്റെ കോളർ ചെയ്യാനായി നമ്മുടെ വർക്ക് പീസിൻ്റെ ഒരു പീസും ലൈനിങ്ങിൻ്റെ 2 പീസുമായിട്ട് 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വിഡ്ത്തിലും ഒരു 17 ഇഞ്ച് ലെങ്ത്തിലുള്ള 3 പീസാണിത്. ഇനി ഈ വർക്ക് പീസിൻ്റെ മുകളിലായിട്ട് ഈ സാറ്റിൻ ലൈനിങ്ങും അതിൻ്റെ മുകളിൽ നമ്മൾ കോട്ടൺ ലൈനിങ്ങും വെച്ച് ഇതിൻ്റെ ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ആ വർക്ക് പീസിൻ്റെ എൻഡ് വരുന്ന ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ യോക്ക് പാട്ടിൻ്റെ ചീത്ത ഭാഗവും നമ്മുടെ കോളറിൻ്റെ ഈ വർക്കില്ലാത്ത ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റിലൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കണ മുന്നേ ഇതുപോലെ ഇങ്ങനെ ചുറ്റിലും പിന്ന് കുത്തി കൊടുക്കണം കേട്ടോ. അതിൻ്റെ കറക്റ്റ് അളവ് അറിയാനാണ് ഞാനിങ്ങനെ പിന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ 2 എൻഡിലും ഈ കോളറിൻ്റെ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ പിടിച്ച് കൊടുത്തുകൊണ്ട് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ നല്ല ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഈ വർക്ക് വരുന്ന ഭാഗം ഇങ്ങനെ മറിച്ച് കൊടുത്തൊന്ന് പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കോളർ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ സെൻറ്ററിലായിട്ട് ഞാനൊരു സൂചി ഉപയോഗിച്ച് ഒരു നൂല് കൊണ്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ കോളർ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ബോ വെച്ച മാതിരി ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായി ഈ സ്ലീവിൻ്റെ ഈ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് സ്ലീവ് ഈ യോക്കിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ 2 സ്ലീവ് ഞാനിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ 2 സൈഡും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഫ്രോക്കിൻ്റെ വേസ്റ്റിൻ്റെ അളവ് ചിലൊരു 12 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് അത് അടയാളപ്പെടുത്തി കൊടുക്കാം. 1 ഇഞ്ച് വിട്ട് 14 ഇഞ്ചാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 2 ഭാഗത്ത് ഓരോ ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ ഒരു 11 ഇഞ്ച് അവിടെയും ഓരോ ഇഞ്ച് വിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് വരച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഈ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഈ 2 വള്ളി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഉള്ളോട്ടാക്കി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. 2 ഭാഗത്ത് ഇതുപോലെ വെച്ച് ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ അതിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യോക്ക് പാട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായി നമ്മൾ നേരത്തെ അറ്റാച്ച് ചെയ്ത് വെച്ച നെറ്റിൻ്റെ പീസുകളുണ്ടല്ലോ അതിൽ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുക. ആ 4 പീസിലും ഇതേ രീതിയിൽ ചുരുക്കിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ മുകളിലുള്ള പീസിൻ്റെ അടിയിൽ താഴേക്കുള്ള പീസും വെച്ച് ഒന്ന് ചുരുക്കിട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ റെഡിയാക്കി വെച്ച ആ നെറ്റിൻ്റെ പീസുകളുണ്ടല്ലോ അത് ചുരുക്കിട്ട് ഒന്നിച്ചാക്കി എടുത്തിട്ടുണ്ട്. അത് ഡബിൾ ലെയർ ആക്കി കൊടുക്കാൻ അടിയിലിട്ട ആ പീസും അതിൻ്റെ കൂടെ തന്നെ ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടല്ലോ അതിലേക്ക് യോജിപ്പിച്ചെടുക്കേണ്ട ചെയ്യേണ്ടത്. ഞാൻ കോട്ടൻ്റെ ലൈനിങ്ങിൽ ഒരു അംബ്രല കട്ടിങ് ആയിട്ട് ചെറിയൊരു ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കോട്ടൻ്റെ ലൈനിങ്ങും ഈ സാറ്റിനും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഈ നെറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് യോജിപ്പിച്ചെടുത്ത് റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്കേർട്ടിൻ്റെ ലൈനിങ്ങും നെറ്റും ഒക്കെ കൂടി യോജിപ്പിച്ച് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ യോക്ക് പാട്ടും ഈ നെറ്റും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനായി ഇതിൻ്റെ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ യോക്ക് പാട്ടിൻ്റെ നല്ല ഭാഗം ഈ സ്കേർട്ടിൻ്റെ നെറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് രണ്ടും കൂടി ഒരേ രീതിയിൽ വരുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്കേർട്ട് ഭാഗം യോക്ക് ഭാഗം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നെറ്റിൻ്റെ ബാലൻസ് വന്ന കുറച്ച് പീസുകളുണ്ടല്ലോ അത് വെച്ച് ഈ സ്കേർട്ടിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ അവിടെ ഫ്ലവർ മാതിരി ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതിൻ്റെ ഓരോ കളറും കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഞാൻ ഫ്രില്ലിട്ടെടുക്കണത്. അതിനായി ആദ്യം ഞാൻ ഈ ഒരു കളറിൽ നിന്ന് 3 ഇഞ്ച് നീളത്തിലുള്ള കുറേ പീസുകൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി മടക്കിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് 3 ഇഞ്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ പീസ് ഫുള്ളായിട്ട് 3 ഇഞ്ചിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ആ കളറെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. 3 ഇഞ്ച് വീതിയിലുള്ള നീളത്തിലുള്ള പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഇതിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഈ നെറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ആ ഫ്രോക്കിൻ്റെ അടിയിൽ ഒരു 4 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ ആ ഫ്രില്ലിട്ട് കൊടുക്കണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പീസുകൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഓരോ പീസും മെഷീനിൽ വെച്ച് ഇങ്ങനെ ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിങ്ങനെ ഫ്രില്ലിട്ട് എടുക്കണത് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഞാൻ ആ കളറിലും ഇതുപോലെ ഫ്രില്ല് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഓരോ കളറും ഞാനൊരു 3 മീറ്ററിൻ്റെ മേലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം 4 ലെയർ വെച്ചാണല്ലോ നമ്മളിത് ചെയ്യണത്. ഒരു പീസ് വെച്ചാൽ ഒരു 40 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ അത് 4 ലെയർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 മീറ്ററും 60 സെൻറ്റിമീറ്ററും ഓരോ ഭാഗത്തിന് വേണം. അങ്ങനെ ഫ്രണ്ടിക്കും ബാക്കിക്കും വരുമ്പോൾ ഒരു 3 മീറ്ററിൻ്റെ മേലെ എങ്ങനെയായാലും വേണ്ടി വരും. ഇതിങ്ങനെ ഒരു ലെയർ സ്റ്റിച്ച് ചെയ്ത് അതിന് മുകളിൽ വേറൊരു ലെയറും അങ്ങനെ 4 ലെയറാക്കിയാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ലെയറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്കിത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഞാനിപ്പോൾ 4 ലെയറിൽ ചെയ്തെടുത്തപ്പോൾ അത് നല്ലൊരു ഫ്ലവർ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായി നമുക്ക് ഇതിൻ്റെ ഈ ബാക്ക് ഭാഗത്ത് ഈ ബോ കൂടി വെച്ച് കൊടുക്കട്ടെ. ബോ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കണില്ല. ബോ ഉണ്ടാക്കുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി, ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രോക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.